കുടുംബത്തിലോരോ കുരുത്തം കെട്ടവന്മാരുണ്ടായോണ്ടല്ലോ. ഓ അതിപ്പോ അവൾ അവന്റെ കൂടെ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇത്തി നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി. അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരടന്ന് തുള്ളണ എന്തായിരുന്നു? ഉപ്പ് നോക്കാനാ? മാമ അത് തെറിയിരുന്നാണ്. ഹലോ, ബോംബെറിഞ്ഞ് കൊന്നു കളഞ്ഞ മധുവിന്റെ ഭാര്യ പ്രമീള. കുറച്ചു മുമ്പ് മധുവിന്റെ ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത സാധനങ്ങളെല്ലാം പോലീസുകാർ കൊണ്ടുവന്ന് തന്നു. അക്കൂട്ടത്തിൽ ആ മോതിരം മാത്രമില്ല. അതെങ്ങാനും കയ്യിലുണ്ടെങ്കിൽ ഓർത്തോ, അതിട്ടവരൊന്നും അധികം നാള് വാണിട്ടില്ല. അതങ്ങനെ ആരുടെയും കയ്യിൽ അധികം നാൾ കിടന്നിട്ടുമില്ല. അതിന് നിങ്ങൾ വീണവരല്ലേ കണ്ടിട്ടുള്ളൂ, വാണവരെ കണ്ടിട്ടില്ലല്ലോ. അതിന് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതുപോലെ ഏതായാലും പൊനത്തിനകത്തിരുന്ന് എനിക്കത് പറയാം. നീ തിരുവനന്തപുരത്തിന് വന്ന് നോക്ക്, തിരിച്ചു പോവില്ല ജീവനോടെ. കൊന്നുകളയും ഞാൻ വരും, അധികം വൈകാതെ തന്നെ. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതുവരെ ലതീഫ് അങ്കിളുടെ പേനത്തുമ്പിലെ ഇമാജിനറി ഗ്യാങ് മാത്രമായിരുന്നു ബിനു ഗ്യാങ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ നീ വന്നു നോക്ക്, നമുക്ക് കാണാം. ആ കാണാം. പറഞ്ഞില്ലെങ്കിൽ പണ്ടെന്റെ അമ്മച്ചി ഇതുപോലെ തന്നെ തല്ലി. പാവം ചത്തുപോയി. സ്വന്തം അപ്പനെ അമ്മയും കൂടപ്പറപ്പിനെ കൊന്നു. ഇപ്പൊ അയാളുടെ കൂട്ടുകാരെ. എവിടെ ജയശങ്കർ? സൈമൺ എവിടെ? വാട്ട്? വർഷങ്ങൾക്ക് മുമ്പ് പുലിമലയെന്ന് ഒരു ആദിവാസി പയ്യനെ കാണാതെ പോയി. സൈമൺ അവനിപ്പോ എവിടെ? പള്ളിയിൽ കുരിശു മോഷ്ടിച്ചോടിപ്പോയി. പക്ഷെ ജയശങ്കർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മകള് മുഖത്തെറിഞ്ഞു പോയ 51 പവന്റെ കൂടെ ഈ വീടിന്റെ താക്കോൽ കൂട്ടം കൂടെ ഇരിക്കട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മകൾ ഇറങ്ങാനാണ് കാത്തിരുന്നത്. പോകുമ്പോ 33 വർഷം ഈ നരകത്തിൽ ചവിട്ടി നടന്നതിന്റെ അഴുക്ക് ഈ പടിക്കെട്ടിൽ കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഇനി ഞാൻ ഈ പടി ചവിട്ടില്ല. മകന് ശവപ്പെട്ടി വാങ്ങാൻ ഈ വള സൂക്ഷിച്ചു വെച്ചോളം നിങ്ങളൊരിക്കൽ പറഞ്ഞില്ലേ? പ്രസവിച്ചോളപ്പോൾ എന്നെ ജനിപ്പിച്ചവനും അതിൽ നൊഴിയാനാവില്ല. നിങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനത്തില് അവസാന പവൻ തായിരുന്നു. സൂക്ഷിച്ചു വെച്ചോളൂ. ശവപ്പെട്ടി വാങ്ങാൻ നിങ്ങൾ തന്നെ പോയാൽ മതി.